അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഒരു മഹല്ലിലുള്ള 19ഓളം ആളുകൾക്ക് ഒരുമിച്ച് ഉംറക്ക് പോകാൻ പറ്റുന്ന ഒരു പുതിയ സംവിധാനങ്ങളുമായിട്ടാണ് ഒരു മഹല്ല് മാതൃകയാകുന്നത് കേട്ടോ. ഉംറക്ക് പോകാൻ താല്പര്യമില്ലാത്ത ഒരാളും ഉണ്ടാവില്ലല്ലോ. അതിനുവേണ്ടി ഇങ്ങനെ ചെറിയ ചെറിയ തുകകൾ ഒരുമിച്ച് കൂട്ടി എത്രയോ വർഷങ്ങൾ ഒരുമിച്ച് കൂട്ടി കിട്ടുന്ന ഒരു തുക കൊണ്ട് ഉംറക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ മഹല്ലുകളിൽ മാതൃകയാകാൻ പറ്റുന്ന നല്ല ഒരു വീഡിയോ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. എല്ലാവരും കാണണം, നല്ല മാതൃകയാക്കണം. പള്ളി കമ്മിറ്റിക്കാർ, മദ്രസ കമ്മിറ്റിക്കാർ, അതുപോലെ തന്നെ മുസ്ലിം സംഘടനാ കൂട്ടായ്മകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് ഇത് നമുക്ക് എങ്ങനെ നടപ്പിൽ വരുത്താൻ പറ്റുമെന്ന് നമുക്ക് പദ്ധതി ഇടണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ കൂട്ടായ്മ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. സന്തോഷത്തോടു കൂടി ഒരു മഹലിലുള്ള ഒരുപാട് ആളുകൾ ഒരുമിച്ച് ഉംറക്ക് പോവുകയാണ്. അതിൻ്റെ മാർഗങ്ങളൊക്കെ അതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ വിശദീകരിക്കുന്ന വീഡിയോ വോയിസുമൊക്കെ ഇതിൻ്റെ കൂടെയുണ്ട്. മുക്കമ്പോലും മബ്രൂറുമായ ഹജ്ജും ഉംറയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാനും താല്പര്യമില്ലാത്ത ഒരാളുണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ പറ്റുന്ന നല്ല ഒരു മാതൃക. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ഓരോരുത്തരെ കൊണ്ട് കഴിയുന്ന സംഖ്യ തൻ്റെ ഉംറ പദ്ധതിയിലേക്ക് കമ്മിറ്റി ഏൽപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ഈ മഹല്ല് നടപ്പിൽ വരുത്തിയിട്ടുള്ളത്. ചില മഹല്ലുകളിലൊക്കെ ഇതുപോലെ ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട് ഉളുഹിയ്യത്തിൻ്റെ ഇതുപോലെയുള്ള രൂപങ്ങൾ കാണാറുണ്ട്. ഉളുഹിയ്യത്ത് അറുക്കാൻ ചെറിയ ചെറിയ സംഖ്യകൾ ആഴ്ചയിൽ വാങ്ങി വർഷത്തിൽ ഒരു മൃഗത്തിനെ അറുക്കുന്ന ഒരു സംവിധാനം ചില മഹല്ലുകളിലൊക്കെ കണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയുള്ള ഒരു ബദൽ പരിപാടിയാണ് ഉംറയുടെ വിഷയത്തിൽ ഈ മഹല്ല് എടുത്തിട്ടുള്ളത് എന്നാണ്. പല ആളുകൾക്കും നമുക്ക് ഉംറക്ക് പോകാനുള്ള ശേഷി കുറവായിരിക്കും, ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ഒരു നിശ്ചിത സംഖ്യ നമ്മൾ ആഴ്ചയിൽ ഈ വിഷയത്തിലേക്ക് മാറ്റിവെക്കുകയും പിന്നീട് കുറവുള്ളതൊക്കെ മഹല്ലിലുള്ള സാധിക്കുന്ന സമ്പന്നരായ ആളുകളൊക്കെ സഹകരിച്ചുകൊണ്ട് പരിഹരിച്ചു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ആളുകളുടെ സ്വപ്നമാകുന്ന ആ ഉംറയും സിയാറത്തുമൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ സാധ്യമാകും. നമ്മളൊക്കെ ദുആഇൻ്റെ മജ്‌ലിസുകളിലൊക്കെ എത്രയോ ആളുകൾ ഉംറക്ക് പോകാൻ തൗഫീഖ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടലുണ്ട്. അപ്പോൾ നമുക്കറിയാം ഓരോരുത്തരുടെയും ആ പുണ്യഭൂമിയിലേക്ക് എത്താനുള്ള ആഗ്രഹം അല്ലാഹു സാധിപ്പിക്കട്ടെ.